ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്ക്രിപ്ചറുകളെല്ലാം പറയുന്നത് സംസാരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. പിതാവിന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തൻ്റെ പുത്രനെ പറ്റി. അല്ലെ, നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ പിതാവ് നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തികളോട് സംസാരിച്ചിരുന്ന പ്രൊഫറ്റുമാർ വഴിയാണെങ്കിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന സ്വന്തം പുത്രൻ വഴിയാണ്. അല്ലെ, യേശുക്രിസ്തുവിനെ പറ്റി മാത്രമേ ദൈവത്തെ സംസാരിക്കാനുള്ളൂ. അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരൊറ്റ മീഡിയേറ്റർ, മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തു. അല്ലേ? അപ്പോൾ അതല്ലാതെ നമ്മൾ എത്ര മാത്രം പേരെ മീഡിയേറ്റർ ആയിട്ട് നമ്മൾ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് ദൈവത്തിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അല്ലെ, മദർ മേരി ഒന്നും മീഡിയേറ്റർ അല്ല. ഒരു സെയിന്റുമാരും സെയിന്റ് പോളോ സെയിന്റ് പീറ്ററോ ഒന്നും മീഡിയേറ്റർ അല്ല. അല്ലെ, ദൈവത്തിനും നമ്മൾക്കും ഇടയിൽ നിൽക്കുന്നവർ അല്ല. അവരും ജീവിച്ചു മരിച്ചു. അവർ ചെയ്ത് തീർക്കേണ്ടിയിരുന്ന അവരെ കാര്യങ്ങൾ, അല്ലെ, ദൈവത്തിന് കിങ്ഡത്തിന് വേണ്ടി അവർക്ക് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, ദൈവം എത്രമാത്രം കൽപ്പിച്ചിരുന്നു, അത് ചെയ്ത് കൊടുത്തിട്ട് അവര് ചെയ്തതിന് ശേഷം, ചെയ്ത് തീർത്തതിന് ശേഷം അവർ അത്രയ്ക്ക് അധികം ഫെയ്ത്ത്ഫുൾ ആയിരുന്ന ആൾക്കാരായിരുന്നു. അതിനുശേഷം അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഫിനിഷ് ആയതിനു ശേഷം അവർ മരിച്ചു. ഇന്ന് ദൈവത്തിൽ വിശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഒറ്റ മീഡിയേറ്റർ മാത്രമുള്ളൂ, നമ്മൾക്ക് വേണ്ടി നിന്നെ കൊണ്ട് യേശു ക്രിസ്തു. അപ്പൊ യേശുവിനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്നത്. മുമ്പോട്ട് പോകാൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ, അങ്ങയുടെ നന്മയ്ക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലംഭാഗത്തു നിന്നുകൊണ്ട് ഇന്നും വാദിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചതിനായിട്ട്, ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു യേശുവേ. നന്ദി പിതാ. കർത്താവ് ഇതിനായിട്ടൊന്നും ഇതൊന്നും അനുഭവിക്കാൻ മാത്രം നന്മയുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് ഓമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് ബോധമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ തേടിയെത്തിയതാ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിന്റെ നാമത്തിന്റെ അമ്മേ, ഇന്ന് സംസാരിക്കണമേ ഹോളി സ്പിരിറ്റ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്ന് ഉൽപ്പത്തിയിലേക്ക് പോകും. ഉൽപ്പത്തിന്റെ 44-ാമത്തെ ചാപ്റ്ററിന്റെ 18 തൊട്ട് 33 വരെ ഒന്ന് വായിക്കാം. ഉൽപ്പത്തിന്റെ 44-ന്റെ 18 തൊട്ട് 34 വരെ ഒന്ന് വായിക്കാം. അപ്പൊ ജോസഫിനെ തന്റെ സഹോദരങ്ങൾ വെറുത്ത കാര്യമൊക്കെ നമുക്കറിയാം. ജേക്കബ് ചെയ്യരുതാത്ത കാര്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ജേക്കബും മക്കളുടെ ഇടയിൽ ഒരു പശയഭേദം കാണിച്ചു. അല്ലെ, ജോസഫിനോട് ജേക്കബിന് വളരെയധികം സ്നേഹം, വളരെയധികം കളറുകളുള്ള, അല്ലെ, ഡിഫറെന്റ് മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള ഒരു ട്യൂണിക്സ്, അല്ലെ, ഒരു കോട്ടും എല്ലാം സ്വന്തം മകനായിട്ടുള്ള ജോസഫിന് തയ്ച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള മക്കൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ദേഷ്യം ഉണ്ടാവും. പിന്നെ അതിന്റെ എല്ലാം പുറമേ ആയിട്ട് ജോസഫിന് ഡ്രീമും ഉണ്ടാകുന്നു. അല്ലെ, ഇവരെ ഭരിക്കും എന്നൊരു തരത്തിലുള്ള ഒരു ഡ്രീമും എല്ലാം ഉണ്ടാകുന്നു. അതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള 9 മക്കൾക്ക്, അല്ലെ, ജേക്കബിന് 9 മക്കൾക്ക് ആകപ്പാടെ ദേഷ്യം. ജോസഫിനെ കുഴിയിൽ ഉന്തിയിടുന്നു. അവിടെ നിന്ന് പിന്നെ ഇസ്മായേൽസിന് അവർക്ക് വിൽക്കുന്നു. ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പിന്നെ ഈജിപ്തില് ജോസഫ് ആയപ്പെടുന്നു. ജോസഫ് അവിടെ തടവാളിയായിട്ട് പ്രിസണില് ജയിലിലാകപ്പെടുന്നു. അതും സ്വന്തമായിട്ടൊന്നും ചെയ്യാത്ത കാര്യത്തിന്, അല്ലെ, ഒന്നും ചെയ്യാത്ത കാര്യത്തിന് കുറ്റം അനുഭവിക്കേണ്ടി വന്നവനാണ് ജോസഫ്. അപ്പോൾ അവിടെ നിന്നെല്ലാം ദൈവം ജോസഫിനെ വിടുവിച്ചുകൊണ്ട് ഫറവോന്റെ തൊട്ടു താഴെയുള്ള അധികാരിയായിട്ട്, അല്ലെ, ഗവർണറായിട്ട്, ഈജിപ്തിന്റെ മൊത്തം ഗവർണറായിട്ട് ഉയർത്തുന്നു. അപ്പോൾ ഫറവോന്റെ സ്വപ്നം സാക്ഷാത്കരിക്കത്തക്ക രീതിയിൽ ഫാമിൻ, അല്ലെ, വരൾച്ച ഉണ്ടാവുന്നു. അപ്പൊ വരൾച്ച കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ജേക്കബ് തന്റെ മക്കളെ 9 പേരെ പറഞ്ഞു കനാനിലേക്ക് വിടുന്നു. ആ കാര്യം നമുക്കറിയാം. കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് വിടുന്നു. അപ്പൊ ആ കാര്യം നമുക്കറിയാം. ഈജിപ്തിൽ വന്നു കഴിയുമ്പോൾ ധാന്യങ്ങള് ജോസഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അപ്പൊ ജോസഫ് ഒരു ഇച്ചിരി കുസൃതി പോലെ, അല്ലെ, ഒരു കാര്യം ചെയ്യുന്നു. അവരുടെ ധാന്യത്തിന്റെ, അല്ലെങ്കിൽ ഒരു കരുണ അവരോട് കാണിക്കുന്നു. കുസൃതിയിൽ അവരുടെ കരുണ കാണിക്കുന്നു. അവരുടെ ധാന്യത്തിന്റെ ആ ചാക്കിന്റെ വായിൽ തന്നെ അവരുടെ പണം, അല്ലെ, തിരിച്ചു കൊടുക്കുന്നു. ഒരു കരുണ കാണിക്കുന്നു, അല്ലെ, അവരോട് കാണിക്കുന്നു. അപ്പൊ ജോസഫിന്റെ കഥ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാം. ജോസഫ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിന് സ്വഭാവം മൊത്തം നോക്കുമ്പോൾ അത് യേശുവിനെ പോലെ സ്വഭാവം ക്യാരക്ടർ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് ജോസഫിൽ നിന്നല്ല പറയാനുള്ളത്, ജൂഡയുടെ സ്വഭാവത്തിൽ നിന്നാണ്. എനിക്ക് ജൂഡ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ പിന്നീടും എന്താ പറയാ, ധാന്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ, വരൾച്ച ഭയങ്കരമായി കഴിഞ്ഞപ്പോൾ ജേക്കബ് പിന്നെയും തന്റെ മക്കളെ പറഞ്ഞ് ഈജിപ്തിലേക്ക് വിടുന്നു.
രക്ഷപ്പെടുന്നു. അപ്പോൾ അതിനു മുമ്പ് ആദ്യത്തെ പ്രശ്നം 42ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജോസഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇളയ ബ്രദർ ആയിരിക്കുന്നവനെയും കൊണ്ട് കൊണ്ടുവരാതെ നിങ്ങൾ എന്റെ മുഖം കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജേക്കബിനോട് എന്ന് മക്കള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, റൂബേനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജേക്കബ് സമ്മതിക്കുന്നില്ല. പക്ഷെ അവസാനം സമ്മതിക്കേണ്ടി വരുന്നു. കാരണം സിമിയോൻ ഓൾറെഡി ഈജിപ്തിൽ ജയിലിൽ കിടക്കുവാണ് അല്ലെ. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. അവർക്ക് ഭക്ഷണം എല്ലാം ജോസഫ് കൊടുക്കുന്നു. അത് കഴിച്ച ശേഷം രാവിലെ അവരെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ ചാക്കിന്റെ മുഖത്ത് നേരത്തെ പോലെ തന്നെ അവര് കൊടുത്ത ധാന്യം വാങ്ങിക്കാൻ വേണ്ടി കൊടുത്ത പണം വെക്കുന്നു. അതോടൊപ്പം തന്നെ ബെഞ്ചമിന്റെ ചാക്കിന്റെ അകത്ത് പണവും പിന്നെ വെള്ളി കൊണ്ടുള്ള കപ്പും വെക്കുന്നു. എന്തിനാ? ജോസഫിന് തന്നെ ഒന്ന് റിവീൽ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ. 18ാമത്തെ വാക്കോട്ട് വായിക്കുന്നു, 44 തൊട്ട് 18 തൊട്ട് 34 വരെ. അപ്പോൾ യഹൂദ ജൂഡ അല്ലെ അടുത്തു എന്ന് പറഞ്ഞത്, യജമാനനെ അടിയൻ യജമാനനോട് ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയന്റെ നേരെ കോപം ജ്വലിക്കരുത്. യജമാനൻ ഫറവോനെ പോലെ അല്ലോ, നിങ്ങൾ അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട്. അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവന്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പിച്ചുള്ളൂ. അവൻ അപ്പന്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് കൽപ്പിച്ചുവല്ലോ. നിങ്ങൾ യജമാനനോട് ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോട് കൂടെ വരാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം ഇനി കാണുകയില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ അടിയനായ അപ്പന്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനന്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം നമുക്ക് കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് പോയിക്കൂടാ, അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം, അനുജനില്ലാതെ ഞങ്ങൾ അദ്ദേഹത്തിന് മുഖം കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, എന്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾ അറിയാമല്ലോ. അവനിൽ ഒരുത്തൻ എന്റെ അടുക്കൽ നിന്ന് പോയി, അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയി അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാകും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. ഇങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പന്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായി കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പനോട് ബാലനു വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനൻ അടിമയായി ഇരിപ്പാനും ബാലൻ സഹോദരന്മാരുടെ കൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. അപ്പൊ ഇവിടെ ജൂഡാന്റെ വാക്കുകൾ ഇത്, അടിയന് എന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞിരിക്കുവാണ്, ഞാനാണ് ഈ മകന് ഷുവർട്ടി ആയിട്ട് നിൽക്കുന്നത് അല്ലെ, അവനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ള വാക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവനെ പിടിച്ച് ജയിലിലിടരുത്, അവന് വേണ്ടി ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിരിക്കും അല്ലെ. അവന് പകരമായിട്ട് ഞാൻ ഇവിടെ സ്ലേവായിട്ട്, അടിമയായിട്ട്, അങ്ങയുടെ സ്ലേവായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം അല്ലെ. ഈ സിൽവറിന്റെ കപ്പ് എങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണം. പക്ഷെ ഇവന് പകരമായിട്ട്, ഈ ഇളയ മകന് പകരമായിട്ട് ഞാൻ അവന്റെ സ്ഥാനത്ത് അനുഭവിച്ചോളാം, ഞാൻ അവന് പകരമായിട്ട് ജയിലിൽ കടന്നോളാം. അപ്പൊ അതേ ഒരു ആറ്റിറ്റ്യൂഡല്ലേ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടിയും എടുത്ത് പിതാവിന്റെ മുമ്പിൽ എടുത്തത് അല്ലെ. ജോസഫിന് ഇപ്പൊ തൽക്കാലത്തേക്ക് ദൈവമായിട്ട് ഒന്ന് കരുതി നോക്ക്, ദൈവത്തിന്റെ സ്ഥാനത്ത് ജോസഫ് ഒന്ന് വിചാരിച്ചു നോക്ക്. ഇവിടെ ഇങ്ങനെയല്ല പറയുന്നത് അല്ലെ. നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു പ്ലീഡ് ചെയ്യുന്ന പോലെ പറയുക, ഞാൻ അവർക്ക് വേണ്ടി മരിച്ചോളാം അല്ലെ, ഞാൻ അവരുടെ സ്ഥാനത്ത് അവർക്ക് വേണ്ടി അവരുടെ പാപം മുഴുവൻ എന്റെ തലയിലേക്ക് കയറ്റിക്കൊണ്ട് ഞാൻ അനുഭവിച്ചോളാം അല്ലെ. അതല്ലേ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്തത് അല്ലെ. ഇപ്പം എന്താ പറയുക, ബെഞ്ചമിനും ജോസഫിനും ഇടയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജേക്കബിനും ജോസഫിനും ഇടയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ജോസഫിനോട് എന്ന് പറഞ്ഞ തന്നെയാണ് യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്തത് അല്ലെ. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥൻ ഒന്ന് മാത്രമേ തിമോത്തിയോസിലേക്ക് പോകുമ്പോൾ 2ാമത്തെ ചാപ്റ്റർ 1 തിമോത്തി 2ാമത്തെ ചാപ്റ്ററിൽ 5ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർക്കും ദൈവത്തിനും കൂടെ ഒറ്റ മധ്യസ്ഥൻ മാത്രമുള്ളത് യേശുക്രിസ്തുവാണ്, വേറെ ആരും മധ്യസ്ഥരില്ല അല്ലെ. നമ്മുടെ ചുറ്റും കാണുന്ന സെയിൻസ്, ചുറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർഷിപ്പുകളൊക്കെ അല്ല, മദർ മേരീനെ വർഷിപ്പ് ചെയ്യുന്നത്
പിന്നെ സെയിന്റ് പോള്, സെയിന്റ് പീറ്റർ, പിന്നെ ആ മാലാഖ, ഈ മാലാഖ, അവരെല്ലാം വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാം മീഡിയേറ്റർ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ദൈവദോഷമാണ് അല്ലെ. നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതും നമ്മൾക്ക് വേണ്ടി ഇന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറെ ആരും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല. ഇപ്പൊ പോള് തന്നെ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമായത് അല്ലെ, ഞാനാണോ ക്രൂശിതനായത് അല്ലെ നിങ്ങൾക്ക് വേണ്ടി? കൊരിന്ത്യൻ സഭയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അല്ല, യേശുക്രിസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തുവാണ് നമ്മൾക്ക് വേണ്ടി മരിച്ചത്. അപ്പൊ നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതും നമ്മളുടെ കഷ്ടതകളും നമ്മളുടെ പാവങ്ങളും മൊത്തം യേശുവിന്റെ തലയിലായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ജൂഡ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. ജൂഡ പറയുക ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുക അല്ലെ. പിന്നെ നമ്മൾ ജോസഫിന്റെ സ്വഭാവത്തിലേക്ക് നോക്കുക, നമുക്ക് കാണാൻ പറ്റുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ പറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസഫ് ഇത്രയധികം തന്നെ കഷ്ടപ്പെടുത്തിയ ആൾക്കാരോട് അല്ലെ, മറുത്തൊരു അക്ഷരം പോലും പറയുമ്പോൾ നീയൊക്കെ എന്ത് ദ്രോഹം എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് പറയാൻ പോകുന്നില്ല. പക്ഷെ ജോസഫ് പറയുന്ന കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ അല്ലെ, ദൈവം എന്നെ മുമ്പേ അയച്ചതാണ്. ഈ ഇങ്ങനത്തെ വരൾച്ച വരുമെന്നുള്ളതും എല്ലാം അറിയാവുന്ന ദൈവം എന്നെ ഇതിനു മുമ്പേ ഇങ്ങോട്ട് ഈജിപ്തിലേക്ക് അയച്ചതാണ് അല്ലെ. ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി. അതാണ് ജോസഫിന്റെ ഹൃദയം അല്ലെ. നമ്മളുടെ സകല പാപങ്ങളും സകല പാപങ്ങളും യേശുക്രിസ്തുവിന്റെ തലയിലായിരുന്നെങ്കിൽ പോലും ക്രൂശിതനായ യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ വെച്ച് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രം, പിതാവേ ഇവരോട് ക്ഷമിക്കണം, കാരണം ഇവരെന്താ ചെയ്യുന്ന ഇവർക്ക് അറിഞ്ഞൂടാ. നമുക്ക് ആർക്കെങ്കിലും വിചാരിക്കാൻ പറ്റുമോ അവിടെ നിന്ന് ആ പരിശമന സാദുസിസും ആ റോമൻ സോൾജിയേഴ്സ് ഒക്കെ, പട്ടാളക്കാരൊക്കെ അവർക്ക് എന്താ ചെയ്യുന്ന അവർക്ക് അറിയത്തില്ലെന്നുള്ള കാര്യം? അത് ദൈവം നമ്മളോട് കരുണയോടുകൂടി പറഞ്ഞൊരു കാര്യം, നമുക്ക് വേണ്ടി കരുണയോടുകൂടി പറഞ്ഞൊരു കാര്യം. ഇവർക്ക് അറിയാമായിരുന്നു അല്ലെ. ഫാരിസീസിനും സാദുസീസിനും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും റോമൻ പട്ടാളത്തിനും എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം. പൈലറ്റ് എങ്ങനെയെങ്കിലും, പിലാത്തോസ് എങ്ങനെയെങ്കിലും യേശുക്രിസ്തുവിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞ പരിശ്രമിച്ച ആളാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം യേശുക്രിസ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും കൂടെ നമ്മളുടെ സകലരുടെയും പാപങ്ങൾ എടുത്ത് തലയിലേക്ക് വെക്കാൻ വേണ്ടി മനസ്സ് വന്ന ദൈവമാണ് യേശുക്രിസ്തു. ഐസയ 52 പോകുമ്പോൾ 14 വാക്യനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഡിസ്ഫിഗർ ആയി പോയിരുന്നു, മനുഷ്യനാണോ എന്ന് പോലും അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ രൂപം കണ്ടിൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറും വിരൂപനായി പോയകൊണ്ട് പലരും പിന്നെ കണ്ട് സ്തംഭിച്ചതുപോലെ അല്ലെ. പലരും യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ട ആൾക്കാർ സ്തംഭിച്ചു പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം വാർന്നു വെച്ച് ശരീരത്തിലെ മാംസം മൊത്തം പറഞ്ഞു പോയി, മനുഷ്യനാണോ എന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിലേക്ക് മനുഷ്യവർഗത്തിന് സ്വന്തം സൃഷ്ടിന്റെ കയ്യിൽ നിന്ന് അനുഭവിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. ഒരു ദൈവമാണ് യേശുക്രിസ്തു. സ്വന്തം സൃഷ്ടിന്റെ കയ്യിൽ നിന്ന് അല്ലെ രക്തവും മാംസവും കൊടുത്ത് ജീവൻ കൊടുത്തതാണ്. യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, ലോകാരംഭത്തിന് മുമ്പേ ക്രൂശിതനായിരിക്കുന്ന ആട്ടുകുഞ്ഞ് അല്ലെ, ലാംബ് എന്ന് പറഞ്ഞിരിക്കുന്ന ദ ലാംബ് ദാറ്റ് വാസ് സ്ലെയിൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ എർത്ത് വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ജനിച്ചിരിക്കുന്നത്, നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു ആണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞിരിക്കുക, എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ വഴിയാണ്. ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലതും അവൻ വഴിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 3-ാമത്തെ വാക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് കൊളോസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ അതാ പറഞ്ഞിരിക്കുന്നത്, സകലതും സൃഷ്ടിച്ചിരിക്കുന്ന അവന് വേണ്ടി, അവൻ വഴി എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു വഴിയാണ് നമ്മൾക്ക് വേണ്ടി. ദൈവം നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ് അല്ലെ. ഈ സകലവും അവനാണ് ഏറ്റെടുത്തത്. അപ്പൊ അവനല്ല വേറൊരു മീഡിയേറ്റർ ഇല്ല, മനസ്സിലാക്കുക. ഇവിടെ ജൂഡ പറയുന്നത് എന്താ പറയുക, ഞാൻ ബെഞ്ചമിന്റെ സ്ഥലത്ത് അല്ലെ, ഞാന് ബെഞ്ചമിന്റെ സ്ഥാനത്ത് ഞാൻ ജയിലിൽ കടന്നോളാം എന്ന് പറയുമ്പോ അല്ലെ, ഞാൻ ജയിലിൽ കടന്നോളാം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചോളം ഞാൻ അങ്ങയുടെ സ്ലേവ് ആയിക്കോളും, ഞാൻ അങ്ങയുടെ എന്താ പറയുക ദാസനായിക്കോളും എന്ന് പറയുമ്പോ ജൂഡ കാണിക്കുന്നത് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ആ മനസ്സിനെയാണ് കാണിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി അല്ലെ, പിതാവിനും നമ്മൾക്കും ഇടയിൽ നിന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മകന്റെ പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വചനങ്ങൾ മൊത്തം, ഈ സ്ക്രിപ്ചറുകൾ മൊത്തം പറയുന്ന യേശുക്രിസ്തുവിനെ പറ്റി മാത്രമാണ് അല്ലെ. അല്ലാതെ ദൈവത്തിനും മനുഷ്യവർഗത്തിനും ഇടയിൽ വേറൊരു
ഒരു മീഡിയേറ്റർ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മീഡിയേറ്റർ വേറെ ഉണ്ടെന്നും മധ്യസ്ഥൻ വേറെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മനുഷ്യവർഗം പിന്നെയും പോയി കിടന്ന് വേറെ മാതാവിനോടും പിന്നെ ഔസേപ്പിതാവിനോടും പിന്നെ സെയിന്റ് പോളിനോടും സെയിന്റ് പീറ്ററിനോടും പിന്നെ മാലാക്കന്മാരോടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വലിയൊരു ഒരു ദ്രോഹമാണ്, ഒരു കുറ്റമാണ് അല്ലെ. നമ്മൾ യേശുവിൻ്റെ ആ ഒരു സ്നേഹം, യേശുവിൻ്റെ ആ ഒരു കഷ്ടപ്പാട് അത് ഇല്ല എന്താ കണ്ടില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാകരുത് അല്ലെ. സകലതും കാണിക്കുന്നത് ഈ ബൈബിള് മൊത്തം കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം മനുഷ്യവർഗത്തോടുള്ള സ്നേഹമാണ്. ഗാർഡൻ ഓഫ് ഗെത്സമനയിൽ വെച്ചിട്ട് അല്ലെ, ഗെത്സമനയിൽ വെച്ചിട്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, പിതാവേ അങ്ങേക്ക് താല്പര്യമാണെങ്കിൽ അല്ലെ, അങ്ങനെ കൊണ്ട് സാധിക്കാത്തൊന്നുമില്ല, അങ്ങേക്ക് താല്പര്യമാണെങ്കിൽ ഈ കപ്പ് എന്നിൽ നിന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും പറയുക, എന്നാലും എൻ്റെ വില്ലല്ല അങ്ങയുടെ വില്ല് അല്ലെ, അങ്ങയുടെ ഹിതം തന്നെ നടക്കട്ടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുക. നമ്മൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു. അപ്പൊ നമ്മൾക്ക് വേറെ ആരെയും ഒരു മധ്യസ്ഥനാക്കി നിർത്താതിരിക്കാം. മധ്യസ്ഥ നിൽക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു അവകാശവുമില്ല അല്ലെ. ആരും നമ്മൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. യേശുക്രിസ്തു അല്ലാതെ ആരും നമ്മൾക്ക് വേണ്ടി ക്രൂശിതനായിട്ടില്ല. ഒരു പീറ്റർ പോയിട്ടില്ല, പോൾ പോയിട്ടില്ല അല്ലെ, പിന്നെ മേരി പോയിട്ടില്ല, ഒരു മാലാഖമാർ ഒരിക്കൽ പോലും പോയിട്ടില്ല ക്രൂശിതനാകാൻ വേണ്ടി. യേശുക്രിസ്തു മാത്രമേ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ സ്ക്രിപ്ചറുകളെല്ലാം പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് അല്ലെ. പണ്ട് കാലത്ത് പിതാവ് നമ്മൾ ഇത് ആൻസിസ്റ്റേഴ്സിനോട് നേരത്തെ നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിരുന്ന പ്രോഫറ്റുമാർ വഴിയാണ്. ഇന്ന് നമ്മുടെ സ്വന്തം പുത്രൻ വഴിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവൻ സംസാരിക്കുന്ന എന്തെന്ന് നമുക്ക് കേൾക്കാം, അവനെ വാഴ്ത്താം, അവന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ജീവിക്കാം അല്ലെ. 2026 ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുമ്പോൾ നമുക്ക് അവന് വേണ്ടി മാത്രമായിട്ട് ഒരു ജീവിതം ജീവിക്കാം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പിതാവേ, അങ്ങനെ പറ്റി അല്ലാതെ വേറെ ഒന്നുമില്ല. പിതാവിന് സംസാരിക്കേണ്ട യേശുവേ, സകല സ്ക്രിപ്ചറുകൾ അങ്ങനെപ്പറ്റി മാത്രം പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ കർത്താവേ, അങ്ങയുടെ ബ്യൂട്ടി മനസ്സിലാക്കുന്നതിനായിട്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു ഹോളി നെയിം മൈറ്റി ഫാദർ. ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട്, ഞങ്ങൾക്ക് വേണ്ടി പാവമായിട്ട് തീർന്നതിനായിട്ട്, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ട് നിന്ന് ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.